ഹലോ, ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ അപ്പം ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആന കുതിര സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളാണ്, ക്യുക്കാണ്. നമുക്ക് പെട്ടെന്ന് രാവിലെ ചോറിന് കറിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് രശ്മീസ് വ്ളോഗ്സ്. നമുക്കപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോൺസിൻ്റെ കൂടെ നിങ്ങൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു കോംബോയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോൺസ് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 3 മീഡിയം സൈസുള്ളത് ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് സവാള വേണം, ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, 2 പച്ചമുളക് വേണം. 2 പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിട്ടില്ല, ഇവിടെ ആർക്കും എരിവ് വേണ്ടാത്തതുകൊണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സംഭവം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഈ പ്രോൺസും പൊട്ടറ്റോയും നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ വേവിക്കാൻ വെക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ പ്രോൺസ് ആൻഡ് പൊട്ടറ്റോ സെയിം അളവെടുക്കാവേ. ഇപ്പോൾ എത്ര പ്രോൺസ് ആണോ എടുത്തത് അത്രയും തന്നെ ഓൾമോസ്റ്റ് ഒരു പൊട്ടറ്റോയും വരുന്ന രീതിയിൽ എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് മുളക് പൊടി നമ്മൾ വീണ്ടും ചേർക്കും, അപ്പോൾ അതുകൊണ്ട് 1.5 ടീസ്പൂൺ മതി. പിന്നെ ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ മതി വരും. ഉപ്പ്, ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു വെള്ളം, ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന രീതിയിലൊരു ഇച്ചിരി വെള്ളം വേണം. നമുക്കറിയാം പ്രോൺസിനും ഒത്തിരി വേവില്ല, അതുപോലെ തന്നെ പൊട്ടറ്റോയും പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെന്ത് വരണം. ഇത്രയും മതി. ഇത്രയും നമ്മൾ ഇനിയിപ്പം ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇതൊന്ന് കുക്കാകണമെന്ന് വെച്ചാൽ സിമ്മിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. സോ നമ്മൾ വെച്ചിരുന്ന പൊട്ടറ്റോയും ഈ ചെമ്മീനും പ്രോൺസും എല്ലാം കൂടി വറ്റി ഫുള്ള് കുറുകി ഇതായി ഇപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഞാൻ ഡ്രൈ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളതാണ്, ഗ്രേവി അല്ല. അപ്പോൾ അത് ഫുള്ള് വറ്റിച്ചെടുത്തു ഞാൻ. ഇനിയിപ്പം നമ്മൾ ഇതിന് വേണ്ടിയുള്ള ഇനി ബാക്കി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. സോ ഞാനൊരു ചട്ടി വെച്ചു. ഒന്നെങ്കിൽ ചീനച്ചട്ടി, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് പാത്രമാണെന്ന് വെച്ചാൽ അത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കയ്യിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, സവോള, ഇത് കറിവേപ്പില, പിന്നെ പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് കിട്ടണം, 2 പച്ചമുളക്. ഇനിയിപ്പം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 to 4 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്ക് കടുക് വറുക്കാം. എണ്ണ ചൂടായിട്ട് ഇതിപ്പം ഞാൻ ഇത് വേവിച്ച ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ക്യുക്കാണെന്ന് പറഞ്ഞത് ഞാൻ വേറൊന്നും കൊണ്ടല്ല. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാല, അതായത് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന മസാല നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ആ പിള്ളേർക്കൊന്ന് ഫുഡ് കൊടുക്കാൻ പോയി, അതുകൊണ്ടൊന്ന് ഡിലേ ആയതാണ്. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്കിനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്, പുക വരുന്നുണ്ട്. ഇനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചത്, കറിവേപ്പില, കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഈ ഒനിയൻ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആയാലും നമുക്ക് സെയിം, ചെറിയ ഉള്ളി ആണെങ്കിലും നല്ലതാട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഒരു മുക്കാൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വരണം. ഓൾറെഡി പൊട്ടറ്റോയ്ക്കകത്തും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഉപ്പിടണം, കാരണം ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു ഉപ്പേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇതിനും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പം സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പം വഴറ്റി വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾക്ക് ഒരു കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി മുളക് പൊടി ഇതിലേക്ക് തന്നെ, നമ്മൾ ഈ വഴറ്റുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് തന്നെ ഇത്തിരി മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി. അപ്പോൾ ആ കുരുമുളക് പൊടിയുടെയും പ്രോൺസിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു സ്വാദ് വരാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഈ വഴറ്റിയതിന് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് ആൻഡ് പൊട്ടറ്റോ ഇതിലേക്ക് ഇടുവാണ്. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ചൂടിലിങ്ങനെ ഇളക്കി കൊടുക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആണ്, ഓൾറെഡി കുക്ക്ഡ് ആണ്. സോ അപ്പോൾ ഇനിയിപ്പം എല്ലാം ഒന്ന് മിക്സായിട്ട് ഇപ്പം നല്ല പ്രോൺസിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം കൂടി ഒരു നല്ലൊരു എന്താ വായിൽ വെള്ളമൂറുന്ന രീതിയിലൊരു മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ ആൻഡ് പ്രോൺസ് ആൻഡ് പൊട്ടറ്റോ കറിയെന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു പരട്ട് രീതിയിലാണ് നമ്മൾ അങ്ങനെ ഉലർത്തിയ രീതിയിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇത് റെഡി ആയിട്ടോ, ഇത് ഞാൻ ഓഫ് ചെയ്തു. പെട്ടെന്ന് അതാ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്, വലിയ സംഭവം ഒന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി ചോറിൻ്റെ കൂടെ എടുത്ത് കഴിച്ച് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ. വെയിറ്റ് ചെയ്യ്, ചോറെടുക്കട്ടെ. അപ്പം ഞാൻ ചോറെടുത്തു, നല്ല ആവി വറക്കുന്ന കുത്തരി ചോറാണ്. ഇനി കുറച്ച് പ്രോൺസും പൊട്ടറ്റോയും കൂടി നമുക്കെടുക്കാം. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ചൂടാണ്. അതായത് പ്രോൺസും ഈ അയ്യോ നല്ല ചൂടാട്ടോ. അപ്പം ചോറൊക്കെ വെച്ച് കുറച്ച് കുഴച്ച്
പറയാൻ മറന്നുപോയി, ഞാനിപ്പോൾ അടുത്ത ഉരുള ചോറുണ്ണാൻ തുടങ്ങുമോ. സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ഒരു കോംബോ അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്നും ചോറിൻ്റെ കൂടെ മാത്രമായിരിക്കില്ല, നമുക്ക് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും എന്താ, കാരണം എന്താ വെച്ചാൽ ഇത് ഒരു സൈഡ് ഡിഷ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും കൂടി മതിയാവും. അപ്പം ഞാനപ്പം ഈ ചോറൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. സംഭവം അടിപൊളിയാട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ഒത്തിരി എന്താ പറയണ്ടേ, ഇപ്പോൾ ഒത്തിരി സമയം ഒന്നും എടുത്ത് ചെയ്യാനില്ല, കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.